ഹലോ, വെൽക്കം ടു ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതി. കുറേ നാളെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അന്വേഷിച്ചു തുടങ്ങി, ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാണ്. സൗണ്ട് ക്ലിയർ ആവണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം അവിടെ പ്രൊക്കെ ആൾക്കാർ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ത്രോട്ട് പെയിൻ ആയിരുന്നു, 2 ദിവസമൊക്കെ ആയിട്ട് ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു കരകരപ്പൊക്കെ ഉണ്ട്. അപ്പം ഇപ്പോൾ സമയം ഇവിടെ 6 മണിയായിക്കാണ്. ആരും എഴുന്നേറ്റിട്ടില്ല. ഞാൻ എന്താ ഇവിടെ അടുക്കളയിൽ ഇരിക്കുകയാണ്. അടുക്കളയിൽ ഇരിക്കുകയാണ്, കാരണം ബെഡ്റൂമിൽ ഏട്ടനും മക്കളൊക്കെ ഉറങ്ങുന്നുണ്ട്. പിന്നെ എൻ്റെ ഏട്ടൻ്റെ പാരൻസ് ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവർ ലിവിങ് റൂമിലാണ് അവരെ കിടക്കുന്നത്. അപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഞാനിവിടെ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം സമയം 6 മണി ആയിക്കാണ്. രാവിലെ ഈ ഇടയ്ക്കായിട്ടൊന്നും രാവിലെ എഴുന്നേൽക്കുന്നില്ല, മടിയായി തുടങ്ങി. മടിയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, പണ്ട് ഏട്ടൻ ഓഫീസിൽ പോകുന്ന കാരണം രാവിലെ എന്തായാലും എണീക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം പിന്നെ എനിക്കിവിടെ 1-2 മാസമായിട്ട് ഏട്ടന് വർക്ക് ഫ്രം ഹോം തന്നെയാണ്. ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ശേഷം ഏട്ടന് വർക്ക് ഫ്രം ഹോം തന്നെയാണ്. അപ്പോൾ പിന്നെ പതുക്കെ എഴുന്നേറ്റാൽ മതിയല്ലോ. പക്ഷെ രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ കുറേ പെൻഡിങ്സ് ഉള്ള പോലെ, കുറേ ഒന്നും തീരുന്നില്ല, ചെയ്ത് തീരില്ലാത്ത പോലെ. അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഇന്നിടേണ്ട വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്തിടും, കണ്ടോ. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് ഞാൻ പറയില്ല, ത്രോട്ട് പെയിൻ ആയതുകൊണ്ട് എനിക്ക് വോയിസ് ഓവറൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് ചെയ്യണം ഇന്ന്. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് ഞാനിങ്ങനെ നേരത്തെ എഴുന്നേറ്റത്. 5 മണിക്ക് അലാറം വെച്ചത്, അടിച്ചടിച്ച് 6 മണിക്ക് എഴുന്നേറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ കിടക്കാം. രാവിലെ ഇപ്പോൾ എഴുന്നേറ്റ എൻ്റെ മെയിൻ പരിപാടി എന്താണെന്നറിയോ? 3 ബുക്കുണ്ട്. 3 അല്ല, ശരിക്കും 1 ബുക്കും കൂടി ഉണ്ട്, 4 ബുക്കും കൂടി ഉണ്ട്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബുക്കുകൾക്ക് ക്ഷാമമൊന്നുമില്ല. ഇത് എവിടെയാ, അവിടെ പോയി, ഇത് കണ്ടോ, ഇത് പ്ലാനർ. അത് നമ്മൾ ഡെയിലി എന്തൊക്കെയാണ് നമ്മൾ വെയിറ്റ് നോക്കി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഇന്ന് എന്തൊക്കെ നമ്മൾ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടു ഡു പോലെ, ലിസ്റ്റ് പോലെ എഴുതി ചെയ്യും. പിന്നെ എന്തെങ്കിലും അതിൽ നമുക്ക് ഇൻകം എക്സ്പെൻസൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ ദിവസത്തെയൊക്കെ നമ്മൾ എന്തെങ്കിലും എക്സ്പെൻസ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ നോട്ട് ചെയ്യാറുണ്ട്. അതാണ് ഈ പ്ലാനർ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. ഞാനത് വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെയിടാം. നല്ല കേട്ടോ. നമ്മൾക്ക് ഞാനൊന്നും പ്രത്യേകിച്ച് ഓർത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ എല്ലാ പോയിന്റ്സൊക്കെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഈ ബുക്ക് നമ്മൾ ഡയറി പോലെ, വലിയ കഥ ഡയറി എന്ന് വെച്ചാൽ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ എഴുതും. ജസ്റ്റ് പോയിന്റ്സ് പോലെ ഇന്നതൊക്കെ നടന്നു എന്നൊക്കെ പോയിൻ്റായിട്ട് നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാവരും കൺഫ്യൂഷൻസും എല്ലാം എഴുതുന്നത് ഇതിലാട്ടോ. ശരിക്കും ഇതൊക്കെ രാവിലെ എഴുന്നേറ്റാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കുന്നില്ല. പിന്നെ ഈ ബുക്ക് നമ്മുടെ യൂട്യൂബ് ബുക്ക് കാണിച്ചു തരാം, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന്. ഈ ബുക്കിലാണ് നമ്മുടെ യൂട്യൂബിൻ്റെ എല്ലാ നോട്ട്സും ഞാൻ എഴുതാറുള്ളത്. നമ്മളിപ്പോൾ എല്ലാ മന്ത്സിലും നമ്മൾ ഏതൊക്കെ ഡേറ്റ്സിൽ നമ്മൾ വീഡിയോ ഇടണം, അത് ഏതൊക്കെ വീഡിയോ ആയിരിക്കണം, അതുപോലെ തന്നെ നമുക്ക് നാരേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ട പോയിൻറ്റ്സുകളും, അതുപോലെ തന്നെ ഓരോ നമ്മുടെ നാച്ചുറൽ പ്രോഡക്ട്സിൻ്റെ ഗുണങ്ങളും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുന്നത് ഈ ഒരു ബുക്കിലാണ് കേട്ടോ. ഏട്ടൻ എഴുന്നേറ്റു. നച്ചും താരയൊക്കെ നല്ല ഉറക്കാട്ടോ. താര ഇപ്പം തന്നെ എഴുന്നേക്കും, ഞാനില്ല എന്ന് പറഞ്ഞാൽ അവൾ പെട്ടെന്ന് എഴുന്നേക്കും. അപ്പോൾ അതാ നമ്മുടെ ഗാർഡനിലോട്ട് പോകലാണ് പിന്നെ മെയിൻ പരിപാടി. ഇത് നമ്മുടെ തക്കാളി ആട്ടോ. വെറുതെ പരീക്ഷിക്കാനായിട്ട് നമ്മൾ തക്കാളിയുടെ കുരു വെറുതെ ഒന്ന് ഇട്ട് നോക്കിയത്, അത് മുളയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അലോവേരയും ഇതുപോലെ ഒന്ന് തൈ പറിച്ച് നട്ടതാണ്. അപ്പോൾ അതും കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചെടികളാട്ടതൊക്കെ. ഇതങ്ങോട്ട് പിടിക്കണില്ല. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മണ്ണിൻ്റെ പ്രശ്നം
പ്രശ്നമാണോ എന്നറിയില്ല, കടയിൽ നിന്ന് വാങ്ങിച്ച ചകിരിച്ചോറാണ്. അങ്ങോട്ട് ഒരു സുഖമില്ല ചെടികൾക്കൊന്നും. പിന്നെ അതാ നമ്മുടെ കരിവേപ്പിലയാണ്, ഇതേ കണ്ട ഉണങ്ങി ശോഷിച്ച് ഒന്നുമില്ല, ആകെ ഇലയൊക്കെ കൊഴിഞ്ഞത് പിടിക്കണില്ല എന്നേ ഇവിടത്. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടിയാണ്. പിന്നെ അത് ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാന്നേ ഒന്നും അങ്ങോട്ട് ആവണില്ല. 10 മണിപ്പൂവിനും ഇല്ല, കുഴപ്പമില്ല. പിന്നെ ഇത് നമ്മുടെ പണ്ടത്തെ അലോവേര ജെല്ലാണ്. അപ്പോൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് ഇതിന് വെള്ളം കൊടുക്കലാണ് പണി. ഇതാ ഇപ്പോൾ രാവിലെ 2-3 ദിവസമായിട്ട് ഭയങ്കര ഒരു പൊടിയും മൂടൽ പോലെയൊക്കെ ഉണ്ട്. അങ്ങ് അറ്റത്തുള്ള കെട്ടിടങ്ങളൊന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് കാണില്ലല്ലോ. അത് മൂടലാണോ അതോ പൊടിയുടെ പ്രശ്നമാണോ എന്ന് മനസ്സിലാവണില്ല. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ദുബായിലേക്കുള്ള റോഡ് അത് ബ്ലോക്ക് കണ്ടില്ല. എല്ലാവരും ജോലിക്ക് പോണതിൻ്റെ തിരക്കാണ് അത്. എല്ലാ ദിവസവും ഈ സമയത്ത് നല്ല ബ്ലോക്കായിരിക്കും കേട്ടോ ഇവിടെ. ഏട്ടൻ്റെ പാരൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ച് പണിക്കൊക്കെ കുറവുണ്ട് കേട്ടോ. ഏട്ടൻ്റെ അമ്മ ഇപ്പം ഇന്ന് രാവിലെ സാമ്പാറും ഇഡ്ഡലിയും വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ അമ്മയാണ്. അമ്മ അതിൻ്റെ തിരക്കിലാണ്. ഏട്ടൻ പതിവ് പോലെ വർക്ക് ഫ്രം ഹോമാണ്. ഇപ്പോൾ 2-3 മാസമായിട്ട് ആൾക്ക് വർക്ക് ഫ്രം ഹോമാണ്. നച്ചുതാ ബെഡ്റൂമിൽ നിന്ന് വന്ന് TV റൂമിൽ ഇങ്ങനെ കമന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. എന്താണ് കാരിച്ച? ഗുഡ് മോർണിംഗ്. അച്ചു എന്തി? അച്ചു നച്ചു എന്തി? എവിടെ അച്ചു? എവിടെയാ? വിളിച്ച് നച്ചു വിളിച്ച്. ഓ ഇഞ്ഞു പറ്റിയേ, ഇഞ്ഞു പറ്റിയോ? ആരാ അതാരാ? എന്താണ് എന്താ വേണ്ടേ? എന്താ വേണ്ടേ? പാട്ട്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് പാത്രം കഴുകുന്ന ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തട്ടോ. അപ്പോൾ ഇതാ പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി വയ്ക്കാണ്. രാവിലെ സാമ്പാർ വെച്ചുകൊണ്ട് ഉച്ചയ്ക്കും സാമ്പാറുണ്ട്. പിന്നെ ചീരത്തോരൻ വയ്ക്കാമെന്ന് എഴുതിയതാ. ചീര കഴുകാൻ വേണ്ടി വെള്ളത്തിൽ വെച്ച് നല്ലോണം ചെളിയൊക്കെ കഴുകാട്ടോ. ഇതിൽ ചെറിയ മണ്ണിൻ്റെ പൊടി പോലെയുണ്ട്. അപ്പോൾ നല്ലോണം കഴുകിയാലേ പൊടി പോവുള്ളൂ. ഇവിടെ ഒരു വെജിറ്റബിൾ കട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും പെട്ടെന്ന് ബീട്രൂട്ടും ക്യാരറ്റൊക്കെ അരിയാൻ ഏറ്റവും പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്ത് തീർക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചീരയൊക്കെ നമ്മൾ അതിലിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ അരിഞ്ഞ് കിട്ടും. പക്ഷെ അങ്ങനെ കുഴഞ്ഞു പോവുകയും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചീരകൾ വെറുതെ ഒന്ന് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. അപ്പോൾ നല്ല തരി പോലെ അത് നല്ല ഭംഗിയിൽ അത് മുറിച്ച് തരും. നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആവുന്നുണ്ട്. കൂടെ ഞാൻ അരിയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം ഇന്നത്തെ പണികളെല്ലാം തീർന്നുണ്ട്. എന്താണ്? ഒന്നോന്നും ഇല്ല, കറണ്ട് പോയി. ഓ കുറുക്കറ്റേ അമ്മം തരട്ടെ? ആ ചേച്ചി എവിടെയാ? അച്ചു എവിടെയാ? അച്ചു എന്തേ? ഇവിടെ ഇപ്പോൾ നച്ചുവിന് വെക്കേഷനാണ്. LKG കഴിഞ്ഞ് UKGയിലോട്ടുള്ള 1 മാസത്തെ വെക്കേഷൻ ഉണ്ട്. പക്ഷെ വെക്കേഷൻ ടൈമിലും ഇതുപോലെ കുറേ 3 ലെറ്റർ വേർഡ്സ് 2 ലെറ്റർ വേർഡ്സ് ഒക്കെ പഠിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പഠിക്കലാണ് ഇപ്പോൾ പരിപാടി.
Cab. Ham. Job. Yam. Sab. എന്താ എടുക്കണോ? എടുക്കാം. ഇതിനിടയ്ക്ക് താരയുടെ കുളിയൊക്കെ കഴിഞ്ഞത് ആളുടെ ഡാൻസ് പരിപാടിയിലേക്ക് കടന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഡാർക്ക് സർക്കിൾസ് മാറാനായിട്ടുള്ള എക്സ്പെരിമെൻറ്റിലാട്ടോ. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒന്നാണ്. അപ്പം ഞാനൊരു 10 days എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. ചെയ്ത് റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മൾ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഒരു പരീക്ഷണത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോവാണ്. സാമ്പാറുണ്ട്, ചീരത്തോരനുണ്ട്, പപ്പടമുണ്ട്, മുളക് കൊണ്ടാട്ടുണ്ട്, പാവയ്ക്ക കൊണ്ടാട്ടുണ്ട്. എന്തായാലും ഇത് മാത്രം പോരെ ഒരു പറ ചോറുണ്ണാനായിട്ട്. കഴിക്കൂ പറ. കഴിച്ചോ? കഴിക്കൂ. കഴിക്കൂ പറ. കഴിക്കൂ. ഇതെന്താ മേക്കപ്പ് ഒക്കെ ഇട്ടുണ്ടല്ലോ? എന്താ പരിപാടി? പാർട്ടിയാ? എന്ത് പാർട്ടി? അടിപൊളി ഉടുപ്പൊക്കെയാണല്ലോ. എന്ത് പാർട്ടി? അത് ചേച്ചി വന്ന് കഴിഞ്ഞു. ഓക്കെ. ഇന്ന് ഈവനിങ് സ്നാക്കിനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ലോട്ടസ് സീഡ് വെച്ചിട്ടൊരു സ്നാക്കാട്ടോ. ഇത് ഇവിടേക്ക് കിട്ടും. നമ്മുടെ താമരയുടെ സീഡാണിത്. നമുക്ക് പോപ്കോണൊക്കെ ഇട്ട് പോലെ കഴിക്കാം. അപ്പോൾ ഇതിന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മിൻറ്റ് ലീവ്സ് ഞാൻ ആഡ് ചെയ്യാട്ടോ. ഇത് ഡ്രൈ ആയിട്ടുള്ള മിൻറ്റ് ലീവ്സ് ആണ്. അത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മാംഗോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മാംഗോ പൗഡർ ഒരു പുളി രസത്തിനൊക്കെ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മധുരത്തിനായിട്ട് നമ്മൾ തേൻ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാ ടേസ്റ്റും ഉണ്ട്. ഉപ്പുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവും ചേർത്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആ ലോട്ടസ് സീഡ് പ്രിപ്പയർ ചെയ്ത് വെച്ച, അതായത് വറുത്ത് വച്ചിരിക്കുന്ന ലോട്ടസ് സീഡിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം ലോട്ടസിലും കോട്ടാവുന്ന രീതിയിൽ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു നമ്മളിട്ട ഈ ഒരു മസാല പോലുള്ളത് എല്ലാ സീഡുമേയും ആകും. ഞാനിപ്പോൾ ഒരു കയ്യിൽ ഞാൻ ഫോൺ പിടിച്ചേക്കണതാണ്, എനിക്ക് ശരിക്കും ഇളക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാട്ടോ ഇത്. ഈവനിങ്ങിൽ ഒരു അരമണിക്കൂറോളം നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട്. ഫ്ലാറ്റിൽ തന്നെ ജിമ്മുള്ളതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ജസ്റ്റ് ഈ കഴിക്കുന്നതൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ദഹിപ്പിച്ച് കളയണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട് കേട്ടോ. ജിമ്മിൽ പോകുന്നത് കൊണ്ട് തന്നെ എൻ്റെ വെയിറ്റും കുറയുന്നുണ്ട്. അപ്പോൾ അതാ ഒരു ജിമ്മ് കാലിയാക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ജിമ്മിൽ ഓടിച്ചാടി കിടക്കാം. നമ്മളിതാ ജിമ്മിലൊക്കെ പോയി വന്നു, കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ നിങ്ങളുടെ അടുത്ത് 2 പ്രോഡക്റ്റ് നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തി തരണം എന്ന് തോന്നിട്ടോ. ഇതൊരു സ്പോൺസേഡ് ഒന്നുമല്ല, പക്ഷെ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഇത് ഓൺലൈനിൽ കിട്ടുമെന്നും എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ വാങ്ങിച്ച, അവിടുത്തെ ആഫ്രിക്കൻ പവലിയൻ നിന്ന് വാങ്ങിച്ച 2 പ്രോഡക്ട്സ് ആട്ടോ. അപ്പൊ നിങ്ങൾ ഗ്ലോബൽ വില്ലേജിന്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കണ്ടുനോക്കാം. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണി ബ്ലാക്ക് സോപ്പ് എന്നാണ്
ഇത് ശരിക്കും മെയ്ഡ് ഇൻ ഘാന ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ സോപ്പാണ്. നമ്മൾ കണ്ടോ, ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ ഇരുമ്പം പുള്ളിയില്ലേ, കറുത്ത പുള്ളിയില്ലേ, നമ്മൾ മീനിനൊക്കെ ഇടുന്ന പുളി, അതുപോലെ കാണാനിരിക്കുന്നത് ബ്ലാക്ക് സോപ്പ് എന്നാണ് പറയണത്. ഇത് ശരിക്കും ഇതിന് നമ്മുടെ നാട്ടിലെ നമ്മുടെ ചൂയിങ്കം അല്ലെങ്കിൽ ബൂമറാങ് ഒക്കെ ഇല്ലേ, പഴത്തെ ബൂമറാങ് ബബിൾക്കൊക്കെ അതുപോലത്തെ ഒരു മണാട്ടോ ഇതിനുള്ളത്. ഇത് ശരിക്കും മണം ഒരു നുള്ളു നമ്മൾ എടുത്താൽ മതി. ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഒരു നുള്ളു നമ്മൾ എടുത്താൽ മതി. ഫുൾ ബോഡി നമുക്ക് സോപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാനൊരു ഒരു ചെറിയൊരു ബോൾ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നനയ്ക്കാം. നനച്ച് ഞാൻ ഇപ്പോൾ കയ്യിൽ കാണിച്ചില്ല കേട്ടോ. നനയ്ക്കാം, നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് നനച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെൻ്റെ കയ്യിലുണ്ട്. കണ്ടോ, നല്ല പത വരെയും ചെയ്യും, നല്ല നല്ല സ്മെല്ലും ആട്ടോ. അപ്പൊ അതിൽ അവർ പറഞ്ഞേക്കുന്നത് നമ്മൾ തേച്ചിട്ട് ഒരു 3 മിനിറ്റ് നമ്മളിത് ബോഡിയിൽ വയ്ക്കുക എന്നാണ് പറഞ്ഞേക്കണേ. നല്ല ഇത് ഉപയോഗിച്ചാൽ എനിക്കൊരു ഗുണം തോന്നിയത് നല്ല കൈയൊക്കെ ഭയങ്കര നല്ല സ്മൂത്താവും. നല്ല എന്താ പറയുക, നമ്മൾ ഡൗ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കൈയൊക്കെ ഭയങ്കര സ്മൂത്ത് സോഫ്റ്റ് ആയിട്ട് തോന്നില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സോപ്പ് പോയോന്ന് തോന്നില്ലേ, അതുപോലെ ഒരു സെയിം എഫക്റ്റ് ആട്ടോ ഇത്. നല്ല കിഡിലൻ സോപ്പാണത്. പിന്നെ നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ശരിക്കും ക്ലെയർ എന്നാണ് ഇതിന്റെ കമ്പനിയുടെ പേര്. ഇത് നമ്മുടെ ഷീ ബട്ടറും കോക്കോ ബട്ടറും കൂടി മിക്സ് ചെയ്ത ഒരു മോയ്സ്ചറൈസർ ആട്ടോ. ബോഡി മോയ്സ്ചറൈസർ ആണ്, നമുക്ക് ഫേസിലും ഉപയോഗിക്കാം എന്നാണ് അവർ പറഞ്ഞത്. ഷീ ബട്ടറും കോക്കോ ബട്ടറും കൂടി മിക്സ് ചെയ്ത കേട്ടോ. അപ്പൊ ഇതൊരു നുള്ളു എടുക്കാം. ഇനി മണം വെച്ചാണ്ടല്ലോ, വാനില ഐസ്ക്രീമിന്റെ മണം കേട്ടോ. ഭയങ്കര മണം. നമ്മൾ ബോഡിയിലൊക്കെ തേച്ച് കഴിഞ്ഞാണ്ടല്ലോ, കുറെ നേരത്തേക്കില്ല, എന്നാലും ഒരു അരമണിക്കൂർ 1 മണിക്കൂറത്തേക്കൊക്കെ നല്ല മണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൈ നനച്ചു. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈ നനഞ്ഞ ബോഡിയിൽ വേണം നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വെള്ളത്തിന്റെ അംശം അല്ലെങ്കിൽ ആ ഈർപ്പം അത് ലോക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ കഴുകിയിട്ട് കൈയും തുടച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണാലോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തേച്ച് വെക്കാം. ഇതിപ്പോൾ തന്നെ ഉണങ്ങും. നമ്മളിത്തിരി വെള്ളം മയം ഉണ്ടെങ്കിൽ പോലും ഇതിപ്പോൾ ഉണങ്ങും കേട്ടോ. എന്താ മണം എന്നറിയോ. അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും കസിൻസോ ആരെങ്കിലും ഒക്കെ ദുബായിലുണ്ട് അല്ലെങ്കിൽ ഗ്ലോബൽ വില്ലേജിൽ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആഫ്രിക്കൻ പവലിയൻ ഈ സാധനങ്ങൾ വാങ്ങട്ടോ. അവിടെ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സുകളുണ്ട്, സ്ക്രബുകളും അതുപോലെ തന്നെ കോക്കോ ബട്ടറും ഷീ ബട്ടറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ അടിപൊളി ഒരു സ്ഥലമാണ് ആഫ്രിക്കൻ പവലിയൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പവലിയനാണ്. അപ്പോൾ ജസ്റ്റ് എനിക്ക് 2 സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ തോന്നി. ഞാൻ കാണിച്ചിട്ടില്ല ഇതുവരെ യൂട്യൂബിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഡേ ഇൻ മൈ ലൈഫിലും കൂടി ആഡ് ചെയ്യണമെന്ന് തോന്നിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വലിയ കലാപരിപാടികളൊന്നുമില്ല. രാത്രി ഭക്ഷണം കഴിക്കലില്ല. നോർമലി നമുക്ക് വേണമെങ്കിൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ചില ദിവസം കണ്ടോളിട്ട് പോകും. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യാണ്. വൈകുന്നേരത്തെ ആ സ്നാക്കോട് കൂടി നമ്മുടെ ഇന്നത്തെ ഭക്ഷണം കഴിക്കൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. പിന്നെ 8 മണിയാകുമ്പോൾ ഇവിടെ ബിഗ് ബോസ് തുടങ്ങും. അപ്പോൾ ബിഗ് ബോസ് ഞങ്ങൾ കാണും കേട്ടോ. അപ്പോൾ എനിക്കറിയാം ഇതിൽ കുറച്ച് പേർക്ക് ബിഗ് ബോസ് ഇഷ്ടമാണ്, കുറച്ച് പേർക്ക് ബിഗ് ബോസ് ഇഷ്ടമേ അല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരായി എന്നുള്ളതും കൂടി താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അതല്ല നിങ്ങൾക്ക് ബിഗ് ബോസ് ഇഷ്ടമല്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അതും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഈ വീഡിയോ നമ്മൾ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട്. ഈ വീഡിയോ സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്കാണ്, രതി അനിലിന് വേണ്ടിയിട്ടാട്ടോ. രതി അനിൽ എപ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കും, ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് എവിടെയാ, ഡേ ഇൻ മൈ ലൈഫ് എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ശരിക്കും വേണം രതി അനിലിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കമന്റ് മറക്കരുത്, ബിഗ് ബോസിലെ കമന്റ് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ